ഹലോ. ഇപ്പോൾ തണുപ്പാലമൊക്കെ ഇല്ലയോ? ഈ ഒരു ടൈമിലാണ് നമ്മുടെ മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളത്. അതായത് ബ്രേക്കേജ്, മുടി പൊട്ടിപ്പോവുക, ഊരിപ്പോവുക, മുടി നല്ലപോലെ കൊഴിയുക, സ്പ്ലിറ്റൻസ്, ഡാൻഡ്രഫ്, ഇതൊക്കെ ഒരുപാട് നമ്മുടെ മുടിയിലുണ്ടാവാനുള്ള ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു തണുപ്പ് കാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യാം, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതൊക്കെ മാറ്റിയെടുക്കാം, നമ്മുടെ മുടിയിൽ എങ്ങനെ ഹെയർ ഓയിൽ ചെയ്യാം, ഹെയർ മാസ്ക്, ഡീടാംഗ്ലിങ്, പിന്നെ ഹെയർ വാഷ് എപ്പോഴൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാവേ. വിൻ്റർ ഹെയർ കെയറിനായിട്ടുള്ള 5 ടിപ്സാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ മുടിയിലുണ്ടാകുന്ന സ്കാൽപ്പിലുണ്ടാകുന്ന നാച്ചുറൽ ഓയിലായിട്ടുള്ള സെബം നഷ്ടപ്പെടുകയും അതിലൂടെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരുപാടാവുകയും മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുക എന്ന്. അപ്പം നമ്മുടെ ഓയിലി സ്കാൽപ്പുള്ളവർക്ക് വീക്കിലി 1-2 ദിവസം മാത്രം നമുക്ക് മുടി കഴുകിയാൽ മതി. അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പുള്ളവർക്ക് വീക്കിലി ഒരു 3-4 ദിവസം മാത്രം മുടി കഴുകിയാൽ മതി കേട്ടോ. ടിപ്പ് നമ്പർ 2, യൂസിങ് എ ഹൈഡ്രേറ്റിംഗ് ഷാമ്പു. ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മുടെ മുടിക്ക് നല്ലോണം കൊഴിഞ്ഞ് മുടി തീരെ കട്ടിയില്ലാതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കട്ടിയില്ലായ്മയിൽ നിന്ന് നല്ല രീതിക്ക് ഉള്ളു വെക്കാനും നമ്മുടെ മുടിയും സ്കാൽപ്പും ഒക്കെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ആണ്. അതായത് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസാണ് നമ്മൾ ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ നല്ലൊരു കണ്ടീഷണറും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടം മാത്രം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി. അതും ഒരു 30 മിനിറ്റ് 1 മണിക്കൂർ മാത്രം നമ്മൾ മുടിയിൽ വെച്ചിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ടിപ്പ് നമ്പർ 3, ഹെയർ ഓയിൽ ആൻഡ് ഹെയർ മാസ്ക്. ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാ ഹെയർ ഓയിലൊന്നും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി തണുപ്പ് സമയമാണ്. അതിൻ്റെ കൂടെ തന്നെ തണുപ്പായിട്ടുള്ള എണ്ണകൾ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നീർക്കെട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് തണുപ്പ് തരാത്ത, അധികം തണുപ്പൊന്നും ഉണ്ടാവാത്ത സാധനങ്ങൾ വെച്ചിട്ടുള്ള ഹെയർ ഓയിൽ വേണം നമ്മൾ എപ്പോഴും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. അതായത് ഈ ഒരു ടൈമിൽ വിൻ്റർ ടൈമിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അധികം തണുപ്പൊന്നും തരാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ ഓയിൽ വേണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹെയർ മാസ്കും അധികം തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഹെയർ മാസ്ക് വേണം നമ്മൾ എപ്പോഴും മുടിയിൽ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ തൈര്, മുട്ട, പിന്നെന്താ നമ്മുടെ പഴം, തേന്, പിന്നെ അവകാഡോ, പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ മാസ്ക് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. മുടിക്ക് അധികം തണുപ്പും കാര്യങ്ങളൊന്നും ഇതൊന്നും നമുക്ക് തരില്ല. അപ്പം എപ്പോഴും തണുപ്പ് ഇല്ലാത്ത ഹെയർ മാസ്കുകളും അതുപോലെ ഹെയർ ഓയിലുകളും വേണം നമ്മൾ ഈ ഒരു വിൻ്റർ ടൈമിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ടിപ്പ് നമ്പർ 4, മുടിയിൽ ഒരുപാട് ചൂടൊന്നും കൊള്ളിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മുടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹീറ്ററൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ചൂടാണ് നമ്മുടെ മുടിയിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് നമ്മുടെ മുടി പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ്നറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുന്ന ടൈമിൽ ഒരുപാട് ചൂടാണ് നമ്മുടെ മുടിക്ക് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ടൈമിൽ ഇത്രയും ചൂടൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്നാണ് പൊട്ടിപ്പോകുന്നതും ഡ്രൈ ആവുന്നതും ഭയങ്കര ഫ്രിസിനെസ് ഒക്കെ നമ്മുടെ മുടിയിലിട്ട് വരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ചൂട് സാധനങ്ങളൊന്നും മുടിയിലോട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക ഈ ഒരു വിൻ്റർ ടൈമിൽ. അതുകൂടാതെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാതിരിക്കുക. എപ്പോഴും നോർമൽ വാട്ടറിൽ വേണം നമ്മുടെ മുടി കഴുകാൻ. അതിപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിലാണെങ്കിലും അതല്ല നോർമൽ ടൈമിലാണെങ്കിലും ശരി, നമ്മൾ മാക്സിമം ചൂടുവെള്ളം മുടിയിലോട്ട് ഒഴിക്കാതിരിക്കുക. മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ടിപ്പ് നമ്പർ 5, നമ്മുടെ വിൻ്റർ ഹെയർ കെയറിലെ ലാസ്റ്റ് ടിപ്പാണ്, മെയിൻ ടിപ്പുമാണ്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയാൽ മാത്രമേ നമ്മുടെ മുടിയും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതിന് ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും വെള്ളം കുടിക്കുക, ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മുടെ ശരീരം തണുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയും നമ്മുടെ സ്കാൽപ്പും ഒക്കെ നല്ല രീതിക്ക് ഇരിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ ഫുഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല ഫുഡ് കഴിക്കുക, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. വൈറ്റമിൻ എ, ഇ, ഡി, ഫാറ്റി ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ
നമ്മുടെ മുടിയിലെ പകുതി പ്രശ്നങ്ങളും മാറും. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, അതുപോലെ ഹീറ്റായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് നമ്മുടെ മുടിയിലേക്ക് കൊണ്ടു ചെല്ലാതിരിക്കുക. പിന്നെ ഹെയർ ഓയിൽ, ഹെയർ മാസ്ക്, എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. നമ്മുടെ മുടിക്ക് ഒരു പ്രശ്നമില്ലാതെ വിൻ്റർ ഹെയർ കെയർ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതിക്ക് നമ്മുടെ മുടിയെ കെയർ ചെയ്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുടിയിൽ മാറും. അതല്ലാതെ ഒന്നും ചെയ്യാതിരുന്നിട്ട് എൻ്റെ മുടി പൊട്ടിപ്പോകുന്നത്, എൻ്റെ മുടിയിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മുടിയിലെ സകല പ്രശ്നത്തിന് കാരണം നമ്മൾ തന്നെയാണ്. അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക, മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ നമ്മുടെ മുടിയെ ശ്രദ്ധിക്കുക. നല്ല മുടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.